ഇപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു വലിയ കോർപ്പസ് എമൗണ്ട് ഉണ്ടാക്കി വലിയ വലിയ സമ്പന്നനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷെ ഇയാളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഇല്ലാന്ന് വിചാരിച്ചു. അതെ. ഒരു നല്ല മെഡിക്കൽ എമർജൻസി വന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന എത്രയേ ഉള്ളൂ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 20-25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ചെറിയ പ്രീമിയം കൊടുത്താൽ മതി. ആ പ്രീമിയം വെച്ചിട്ട് നമുക്ക് ചെറിയ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അത് വെച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതല്ല ഒരു 40 വയസ്സൊക്കെ ആയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് വലിയ പ്രീമിയം അതിന് കൊടുക്കുന്നത്. LIC ഏജന്റ് പറയുന്നത് എന്താ, എനിക്ക് വേണ്ടി ഒരു പ്രീമിയം എടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ല, ഇത് അവന് വേണ്ടിയിട്ടല്ല, ഇൻഷുറൻസ് എടുക്കണം നമുക്ക് വേണ്ടിയിട്ടാണ്. യെസ് നിഖിൽ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പേഴ്സണൽ ഫിനാൻസിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ഒരാൾ പേഴ്സണൽ ഫൈനാൻസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യം എടുക്കേണ്ട ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. കാരണം പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ടൈം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു കോർപ്പസിനെ വലുതാക്കി കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പഠനങ്ങൾ പ്രകാരം ഇപ്പോഴുള്ളൊരു ജനറേഷൻ ഏകദേശം 80 വയസ്സ് വരെ ജീവിക്കും. 80 വയസ്സ് വരെ. അത് നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല, മെഡിക്കൽ ഫീൽഡിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് 80 വയസ്സ് വരെ ജീവിക്കും. അപ്പോൾ 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അയാൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അത് വെച്ചുകൊണ്ട് എന്തായാലും നമുക്കൊക്കെ ഈ കാര്യം ഫേസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു വലിയ കോർപ്പസ് എമൗണ്ട് ഉണ്ടാക്കി വലിയ വലിയ സമ്പന്നനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഇയാളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് ഇല്ലയെന്ന് വിചാരിക്കും. അതെ. അതെ. ഒരു നല്ല മെഡിക്കൽ എമർജൻസി വന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന എത്രയേ ഉള്ളൂ. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അതെ. അതെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി അത്രയ്ക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായിട്ടും എടുക്കേണ്ട ആ ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ അവിടെ അതും അവൻ്റെ ഏറ്റവും ചെറുപ്രായത്തിൽ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തി, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് ചെറിയ 20-25 വയസ്സല്ലേ ഉള്ളൂ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ആരോഗ്യവാനാണ്, പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് എന്നാണ്. കാരണം ഒരു പ്രശ്നവും പറ്റിയിട്ടില്ലെങ്കിൽ ഈ അടയ്ക്കുന്ന പ്രീമിയം വേസ്റ്റാണ്. അതെ. ഇതാണ് ഇയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ആരോഗ്യമുള്ള സമയത്താണ് ഒരു ക്ലയൻറ്റിന് അവർക്ക് വേണ്ടത്. അതെ. ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കും നമ്മളെ വേണ്ട. വേണ്ട. അതെ. അവർ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് മാത്രമേ ഇത് Policy തരുള്ളൂ, എടുക്കാൻ പോളിസി തരുള്ളൂ. അപ്പോൾ ഒരു 20-25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ചെറിയ പ്രീമിയം കൊടുത്താൽ മതി. ആ പ്രീമിയം വെച്ചിട്ട് നമുക്ക് ചെറിയ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അത് വെച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതല്ല ഒരു 40 വയസ്സൊക്കെ ആയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് വലിയ പ്രീമിയം അതിന് കൊടുക്കേണ്ടി വരും. അതിലെനിക്കൊന്നുകൂടി പറയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്കറിയാൻ പറ്റും LIC ഏജന്റ് വരുമ്പോൾ നമ്മൾ ഓടുക ചെയ്യുക. കാരണം അവരെന്താ പറയുക, ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ വരുന്നത് എന്നെ കൊല്ലാനാ വരുന്നത്. അതെ അതെ. അപ്പോൾ അവിടുന്ന് ഒരു കാഴ്ചപ്പാട് ഒരുപാട് മാറിയില്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പക്ഷെ അതിൽ എനിക്കൊരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ ഒരു LIC ഏജന്റ് വരുന്ന ഒരു സീൻ പറഞ്ഞല്ലോ, ആ LIC ഏജന്റ് ആണ് ആളുകളുടെ ഇടയിലേക്ക് ഈ ഒരു സാധനത്തിനെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആക്കിയത്. LIC ഏജന്റ് പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് വേണ്ടി ഒരു പ്രീമിയം എടുക്കുന്ന പറയുക. പക്ഷെ അങ്ങനെ അല്ല, ഇത് അവന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇൻഷുറൻസ് എടുക്കണം നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ചിന്താഗതിയാണ് ആളുകളിലേക്ക് വരേണ്ടത്. തീർച്ചയായിട്ടും അത്. കാരണം ഇപ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ എനിക്കൊന്ന് ഒരുവിധ ആൾക്കാരെല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞ മാതിരി തന്നെ അതിലൊരു ഇതുള്ളത് കഴിഞ്ഞാൽ പല ആൾക്കാർ ഈ പറഞ്ഞ മാതിരി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേറെയാണ്, ഈ പറഞ്ഞ മെഡിക്കൽ, അങ്ങനെ 2-3 കാറ്റഗറി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒന്ന്? അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഒരു മാസം ഞങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ 50,000 രൂപ ഞാൻ മാത്രമാണ് എൻ്റെ ഫാമിലിയുടെ ഒരേ ഒരു ഇൻകം സോഴ്സ്. ഓക്കെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നമ്മൾ 3 Ds എന്ന് പറയും. അതായത് ഒന്നെങ്കിൽ ഡിസേബിലിറ്റി, കംപ്ലീറ്റ്ലി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡിസേബിലിറ്റി, അതല്ലെങ്കിൽ എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ട് ഡിസീസ്, അതല്ലെങ്കിൽ ഡെത്ത്. ഈ 3 എണ്ണത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ ഫാമിലിയുടെ ഇൻകം അതോടുകൂടി നിൽക്കുകയാണ്. മതി. അതെ. അതെ. അപ്പോൾ അവിടെ എൻ്റെ ഫാമിലിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവിടെ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടാവണം. അതെ. ആ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ത് സംഭവിച്ചാലും ഇൻഷുറൻസ് കമ്പനി എൻ്റെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. അത് നമ്മൾ
ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യണ പണി എന്താ? ഈ ഫോണിന് പ്രോപ്പറായിട്ടൊരു കവർ വാങ്ങുക എന്നുള്ളതാണ്, അതെ. അല്ലേ? നമ്മൾ എല്ലാ ദിവസവും പുറത്തുകൂടെ ഇറങ്ങി നടക്കുന്ന ആളുകളാ. എന്ത് കവറാണ് നമ്മൾ നമ്മുടെ ലൈഫിന് ഒന്നുമല്ല. കൊടുക്കുന്നത്? അതായത് ഇന്ത്യയിലെ ഇൻഷുറൻസിൻ്റെ പെനിട്രേഷൻ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. ആളുകൾ സ്വന്തം ജീവിതത്തിന് അത്ര വില കൊടുക്കുന്നു. ഒരു ഫോണ് ചിലപ്പോൾ ഒരു 50,000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഫോണിന് അത്രയധികം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം ജീവിതത്തിന് അത്രയധികം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അപ്പം അതിൽ നിന്ന് മാറണം. ഇപ്പം യൂലിപ്പ് പോലെയുള്ള പ്രൊഡക്ട്സ് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്യുവറായിട്ടുള്ള ടേം ഇൻഷുറൻസ് തന്നെ എടുക്കുക. ആൻഡ് അഗെയിൻ അതിൽ അതായത് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തു, ദെൻ ഒരു യൂലിപ്പ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണം കൂടുതലുണ്ടാവും ഈ പറയുന്ന യൂലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എൻ എക്സാമ്പിൾ അവിടെ ഒരു കവറേജും കിട്ടും, നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലുള്ളൊരു കവറേജും കിട്ടും. ഇൻ കേസ് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊരു റിട്ടേൺസ് അടക്കം നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ടേം ഇൻഷുറൻസ് ആയിട്ട് നിന്ന് നിൽക്കട്ടെ, ബാക്കിയുള്ള പണം നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഓക്കെ, അവിടെ നിങ്ങളിത് കമ്പയർ ചെയ്യുകയാണ്, ഇത് നമ്മുടെ റിട്ടേൺസ് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് തന്നെ ആയിരിക്കും കൂടുതൽ. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.